JRC യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കുട്ടികളുടെ ജീവിതത്തിലും അതിനുള്ള പ്രാധാന്യം അവർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു ഉദ്യമത്തിന്റെ ലക്ഷ്യം. നമസ്കാരം. ഇന്ന് ജൂൺ 14 രക്തദാന ദിനം. പരിണാമ പരമ്പരയിൽ ഉൾപ്പെടുന്ന ഉന്നതങ്ങളായ ജീവികളിൽ മാത്രം കണ്ടുവരുന്നതും ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതുമായ ദ്രാവകമാണ് രക്തം. പ്രാണവായു, ജലം, ഭക്ഷണം എന്നിവയെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ നിന്നും വിസർജ്യ വസ്തുക്കളെ നീക്കം ചെയ്യുക എന്നതാണ് രക്തത്തിന്റെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവ. ഹോർമോണുകളെ കൊണ്ടുപോകുക, ദേഹരക്ഷ നടത്തുക, താപനില നിയന്ത്രിക്കുക എന്നതും രക്തത്തിന്റെ പ്രധാന ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. മനുഷ്യ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമാണുള്ളത്. രക്തത്തിലെ പ്രധാന അംശം പ്ലാസ്മയാണ്. കൂടാതെ രക്തത്തിലെ പ്രധാന കണങ്ങളാണ് അരുണരക്താണുക്കളും ശ്വേതരക്താണുക്കളും. അരുണരക്താണുക്കൾ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങളും പ്രാണവായുവും എത്തിക്കുന്നു. ശേഖരിക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും കഴിയുമെന്നതാണ് രക്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദാനം ചെയ്ത രക്തം 35 ദിവസം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. എല്ലാ പരിശോധനകൾക്കും വിധേയമാക്കാറുണ്ട്. രക്തം അണുവിമുക്തമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ രക്തം എടുക്കുകയുള്ളൂ. അപകടാവസ്ഥയിലും ജീവൻ നിലനിർത്താൻ രക്തം ആവശ്യമായി വരും. അതിനാൽ രക്തദാനം ജീവൻ നിലനിർത്തലിന്റെ ഭാഗമാണ്. രക്തം ദാനം ചെയ്യുമ്പോൾ 300 മില്ലി മുതൽ 450 മില്ലി വരെ മാത്രമേ എടുക്കാറുള്ളൂ. ഒരു പ്രാവശ്യം രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത 3 മാസം കഴിഞ്ഞ് രക്തദാനം പാടുകയുള്ളൂ. ഇനിയെങ്കിലും ഭയം മാറ്റിവെച്ച് നാം രക്തദാനത്തിന് തയ്യാറാകേണ്ടതാണ്.